ഹലോ. നമ്മൾ വെളിനാട്ടിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ചായയാണ്. ഓക്കെ, അപ്പോൾ ഈ നാട്ടിലെ ചായ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും, അത് യൂറോപ്പിലുണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ് സംഭവം. ഇതിൻ്റെ പേരാണ് മൊക്കാപ്പോട്ട്. ഇത് ഇറ്റാലിയൻ മൊക്കാപ്പോട്ടാണ്. നമുക്ക് പൊതുവെ എല്ലാ ആൾക്കാർക്കും അറിയാം, ഇറ്റാലിയൻ എക്സ്പ്രസ്സോ ഒക്കെ ഉണ്ടാക്കുന്നതാണ്. ബട്ട് ഇത് നമ്മുടെ ചായക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. സോ ഈ മൊക്ക പോട്ടിൽ നമ്മൾ ആക്ച്വലി എന്താ പറയുക, ഇതാണ് അതിൻ്റെ മുകളിലെ കണ്ടെയ്നർ. ഇതിൻ്റെ അകത്താണ് നമ്മൾ ചായപ്പൊടി ഇടുക. പിന്നെ ഇതിൻ്റെ അകത്ത് പാൽ, കുറച്ച് വെള്ളം പാലും ഒഴിച്ചിട്ട് നമ്മൾ അടച്ചു വയ്ക്കുന്നു. ഇത് അടച്ചു വയ്ക്കുന്നു. ആൻഡ് ദെൻ ഒരു മീഡിയം ടെമ്പറേച്ചറിൽ വെച്ച് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചായ റെഡി ആയി വരും. ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. സോ ആദ്യം നമ്മൾ മൊക്ക പോട്ട് ഇവിടെ വയ്ക്കുന്നു. എന്നിട്ട് ഓൺ ചെയ്യുന്നു. ടെമ്പറേച്ചർ ഒരു 7 വയ്ക്കുന്നു. എന്നിട്ട് കുറച്ച് വെള്ളം, ഇതിൻ്റെ പകുതി വെള്ളം മതി, ഓക്കെ, ഒഴിക്കുന്നു. ഓക്കെ, ആ വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇത് ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഇവിടെ ഹാഫ് വോളിയം മിൽക്കാണ് എടുത്തേക്കുന്നത്. ഓക്കെ, അതൊന്ന് ഇത്തിരി ചൂടായി വരുമ്പോൾ, ചെറുതായി ഒന്ന് ഫോമായിട്ട് വരുമ്പോൾ നമ്മൾ ഇതിൽ പാല് ഒഴിക്കണം. ടിൽ ദ കാസ്കറ്റ് ലെവൽ, ഈ ലെവൽ വരെ ഒഴിക്കണം. ഓക്കെ, അതുവരെ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ കണ്ടെയ്നർ വയ്ക്കുക. പിന്നെ നമ്മുടെ ചായപ്പൊടി, ഇത് ലിപ്റ്റൻ്റെ ചായപ്പൊടിയുടെ ഇതാണ്. ഇപ്പോൾ 3 ഉണ്ട്. ഇത് സിമ്പിളായിട്ട് ഇത് പൊട്ടിക്കുക. ആൻഡ് ദെൻ നമ്മുടെ ഈ പോട്ടിലോട്ട് ഇടുക. ഓക്കെ, പിന്നെ നമ്മൾ ലെവൽ ചെയ്യുക, അങ്ങനെ പിടിക്കുക. ടൈറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇപ്പോൾ ഒന്ന് ചെറുതായി ചൂട് വരുമ്പോഴേക്കും നമ്മുടെ 5.5 ആണ് നമ്മുടെ മീഡിയം ടെമ്പറേച്ചർ ഈ സ്റ്റവിൽ. ഓക്കെ, ഇതിൽ വെച്ചിട്ട് നമ്മളിത് കുറച്ച് നേരത്തെ വെക്കണം. ആൻഡ് ദെൻ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരു നോസിലുണ്ട്. ഈ നോസിലിൽ കൂടെ നമ്മുടെ ചായ തിളച്ച് ഇതിൽ കൂടെ ഇങ്ങനെ വരും. എന്നിട്ട് നമ്മുടെ ചായ ഫില്ലായി വരും. നമുക്ക് വെയിറ്റ് ചെയ്യണം. ആ വെയിറ്റ് ചെയ്യുന്ന പീരീഡിലാണ് നമ്മുടെ പാല് തിളച്ച് ചായപ്പൊടിയിൽ മിക്സായിട്ട് അതിൻ്റെ ആ പ്രഷറിൽ പുഷ് ചെയ്തിട്ട് ചായ വരും. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു 9 മിനിറ്റായി. സോ പ്രോബ്ലി ഒരു 10 മിനിറ്റ് എന്ന് വിചാരിക്കാം. 10 മിനിറ്റ് വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഓൾറെഡി പാല് ചെറുതായി ഇതായി വരുന്നു. ഓക്കെ, സോ ആ സ്റ്റീമിൽ പാല് മിൽക്കിൻ്റെ സ്റ്റീമിൽ ചായപ്പൊടിയിൽ മിക്സായിട്ട് അത് ഇങ്ങനെ പതുക്കെ പതുക്കെ വരുന്നൊരു ഇതാണ്. സോ അതിങ്ങനെ പതുക്കെ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ആൻഡ് ദെൻ അറ്റ് എ പോയിൻ്റ് ഓഫ് ടൈം അതിൻ്റെ ആ ഒരു പ്രഷർ കൂടിയിട്ട് അതിൻ്റെ ഇത് സ്ട്രെങ്ത് കൂടി വരും. സോ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. എത്രയും ടൈം നമ്മൾ വെയിറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ചാണ് ഇത് സ്ലോ കുക്കിംഗ് പ്രോസസ്സിൽ വരുന്നൊരു മെത്തേഡാണ്. സോ ഇപ്പോൾ ശരിക്കും നമ്മുടെ ആ ഒരു ചായയുടെ ഒരു ഫീലാണ്. നമുക്ക് ചായനെ പതച്ച് ഇതായി വരുന്നു. സ്ട്രെങ്ത് അങ്ങനെ കൂടി വരുന്നു. ടൈം കൂടുന്തോറും അതിൻ്റെ ആ ഒരു സ്ട്രെങ്ത്ത് കൂടി അതിൻ്റെ ആ ഒരു ഫ്ലോ അങ്ങനെ കൂടി വരുന്നു. ആൻഡ് ദെൻ അറ്റ് എ പോയിൻ്റ് ഓഫ് ടൈം അത് ശരിക്കും നമുക്ക് അതിൻ്റെ ഒരു ഫീൽ കാണാം. ഇപ്പോൾ നോക്കി അതിൻ്റെ ഒരു ചായയുടെ ഒരു ഫ്ലോ. ആൻഡ് ദെൻ ആ സ്മെല്ലിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ഒരു ചായയുടെ ഒരു ഫ്രഷായിട്ട് ചായയുടെ ഇത് ശരിക്കും നമ്മൾ ചായക്കടയിലെ ചായപ്പൊടിനെ നമ്മൾ അരിപ്പയിൽ പിഴിഞ്ഞെടുത്തിട്ട് പാലിൽ മിക്സ് ചെയ്യുന്നില്ല. അതിൻ്റെ ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇവിടെ, വേറെ രീതിയിലാണ് മാത്രം. ഇപ്പോൾ ഏകദേശം അതിൻ്റെ ആ ഒരു പാലിൻ്റെ പത വരൽ നിന്നു. ആൻഡ് ഇനി എയറാണ് വരുന്നത്. സോ ഒന്ന് ടെമ്പറേച്ചർ ഹൈ ആയിട്ട് കൂട്ടുക, സോ ദാറ്റ് മൊത്തം മിൽക്ക് അതിൽ നിന്ന് ഇത് ചെയ്യാന്നുള്ളത്. ആൻഡ് ദെൻ എയർ മാത്രം വന്നു തുടങ്ങുമ്പോൾ മനസ്സിലാക്കുക ഇറ്റ് ഈസ് കംപ്ലീറ്റ് നോ. ഓക്കെ, അപ്പോൾ എയർ മാത്രമാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് കംപ്ലീറ്റ്. സോ ദെൻ യു ഹാവ് ടു സ്വിച്ച് ഓഫ് ദ സ്റ്റവ്.
ഓക്കെ, സോ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, പക്ഷേ ചായ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചായ സെർവ് ചെയ്യാം. സോ ഇത്ര വെള്ളം വേണ്ട, അത് കളഞ്ഞു. സോ 4 ഗ്ലാസ്സിന് വേണ്ടിയിട്ടാണ് വെച്ചേക്കുന്നത്. ചിലപ്പോൾ 4 ഗ്ലാസ്സിലാവാം. സോ ഇത്തിരി പഞ്ചസാര ഇടാം. ഇത്ര കുറേശ്ശെ പഞ്ചസാര കഴിച്ചാൽ മതി, അധികം കഴിക്കുന്നില്ല. ആൻഡ് ദെൻ നമ്മുടെ ചായയുടെ പാത്രം തിരിക്കുന്നു. ഓക്കെ, സോ വൺ മോർ ടൈം നമുക്ക് ഗ്ലാസ്സിലൊന്ന് മാറ്റിയെടുക്കാം. ഗ്ലാസ് കൂടെ ഉണ്ട്. സോ ഉണ്ടാക്കുന്ന മാതിരി സ്ട്രെങ്ത് കൂട്ടണമെങ്കിൽ നമുക്ക് ചായപ്പൊടിയുടെ കണ്ടന്റ് കിട്ടും. ഇതൊരു മീഡിയം സ്ട്രെങ്ത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു സ്ട്രെങ്ത് കൂട്ടുന്നത്. ഓക്കെ, ഫസ്റ്റ് ഭാര്യയ്ക്ക്, എൻ്റെ മോൾക്ക്, താങ്ക് യു. പിന്നെ ഒരാളും കൂടി ഉണ്ടല്ലോ, ആച്ചി ഉണ്ട്. ഓക്കെ, കൊള്ളാം ചായ. ആച്ചി ചായ. സോ ഇങ്ങനെയാണ് നമ്മൾ തണുപ്പ് വെളിനാട്ടിലൊക്കെ ഒരു ചായ ഒക്കെ ഉണ്ടാക്കി നമ്മുടെ നാട്ടിൽ സ്റ്റൈലിലെ ചായയിൽ കുടിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ പറഞ്ഞ ചെസ് ചെസ് ദ ക്യാമറ. Cheers.